കൂടാതെ ഔഷധ സസ്യങ്ങളായ അശോകം, ഗ്രാമ്പു, ദിവ്യവൃക്ഷങ്ങളായ ലക്ഷ്മി തരു, രുദ്രാക്ഷം തുടങ്ങി ഒരു വലിയ സസ്യസമ്പത്ത് ഇലഞ്ഞിക്കലിലുണ്ട്. ഒന്നിലധികം കുളങ്ങളുള്ളതിനാൽ ജലസേചനത്തിന് ഒട്ടും ബുദ്ധിമുട്ടില്ല. ഈ ജലം സ്പ്രിംഗ്ലർ ഉപയോഗിച്ച് വിളകൾക്കും ചെടികൾക്കും എത്തിക്കുകയാണ് പതിവ്. കേവലം ഒരു പക്ഷിമൃഗ സംരക്ഷണ കേന്ദ്രം എന്നതിനപ്പുറം ഇലഞ്ഞിക്കലിനും കാവുവിള വീടിനും സ്വന്തമായൊരു ചരിത്രം കൂടിയുണ്ട്. 400ഓളം വർഷം പഴക്കമുള്ള ഒരു പഴയ തറവാടിന്റെ വടക്കിനി ഇപ്പോഴും ഇവിടെ ബാക്കി നിൽക്കുന്നു. ശശിധരന്റെയും കൂട്ടരുടെയും ശ്രമഫലമായി അതിന്റെ കെട്ടും മട്ടും ശില്പഭംഗിയുമൊക്കെ ഇന്നും നന്നായി പരിപാലിക്കപ്പെട്ടിരിക്കുന്നു. ഈ തറവാടിന്റെ മുറ്റത്തുള്ള ഒരിക്കലും വറ്റാത്ത ഈ കൽക്കിണറിൽ നിന്ന് ഇന്നും കുടിനീർ ലഭ്യമാണ്. ശുദ്ധവും ഔഷധവീര്യവുമുള്ള ജലമാണത്രേ ഇത്. പുരാതനമായ ഒരു കിണറാണിത്. ഇതിലെ ഒരു പലക ഉണ്ടായിരുന്നു, അതിലൊരു കപ്പി, അന്നത്തെ രീതിയിൽ ഒരു കപ്പി വെച്ചാണ് വെള്ളം കോരിക്കൊണ്ടിരുന്നത്. നെല്ലിപ്പലക ഉള്ള കിണറാണ്. ഈ കല്ല് കീറി കെട്ടിയിരിക്കുകയാണ് കിണറിൽ, അടിവരെ കെട്ടിയിട്ടുണ്ട്. ഒരു കാലത്തും ഇതിലെ വെള്ളം വറ്റാറില്ല. നല്ല തണുപ്പുള്ള വെള്ളമാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. ഔഷധ ഗുണമുള്ള ജലമാണെന്നാണ് പറയുന്നത്. പഴയ പല വീട്ടുപകരണങ്ങളും കാർഷിക ഉപകരണങ്ങളും ഈ തറവാടുമായി ബന്ധപ്പെട്ട് ഇവിടെ കാണാവുന്നതാണ്. ഇത് തറവാടുമായി ചേർന്നുള്ള കുടുംബക്ഷേത്രം. അല്പമകലെയായി സർപ്പക്കാവ്. പരിസ്ഥിതി സന്തുലിതാവസ്ഥയിൽ കാവുകൾ വഹിക്കുന്ന പങ്കിനെക്കുറിച്ച് ബോധവാനായതിനാൽ ശശിധരൻ കാവിന്റെ പരിചരണത്തിന് പ്രത്യേകം പ്രാധാന്യം നൽകിയിരിക്കുന്നു. ഇലഞ്ഞിക്കൽ ഫാമിനെക്കുറിച്ച് കേട്ടറിഞ്ഞ് ദിവസവും വളരെയധികം സന്ദർശകർ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. അവരെയൊക്കെ ശശിധരനും ബേബി ഗിരിജയും സംഘവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യാറുണ്ട്. സ്ഥലം എല്ലാം കൂടെ ഫാമായിട്ട് സെറ്റ് ചെയ്യുകയും ഈ ഐറ്റങ്ങളെല്ലാം വളർത്തുന്നത് കൂടാതെ ഇത് ഒത്തിരി വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർ എല്ലാവരും കൂടെ കൂടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഒരു കൂട്ടായ്മയിലൂടെ ഇത് ഫാമുകൾ ഓരോരുത്തരെ ഓരോ ഭാഗങ്ങൾ ഏൽപ്പിച്ച് അവർ നോക്കി അവരുടെ ഒരു ലാഭം ഉണ്ടാക്കുകയും നമുക്കും ഒരു ലാഭം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ഫാമായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഇത് കൂടാതെ ഇത് ഈ സ്കൂളുകളിലുള്ള വിദ്യാർത്ഥികൾക്കെല്ലാം വന്നിട്ട് ഇതെല്ലാം കണ്ട് കൃഷിയെക്കുറിച്ച് പഠിക്കുന്നതിനും ഫാമിനെക്കുറിച്ച് പഠിക്കുന്നതിനും എല്ലാ സൗകര്യങ്ങളും ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇത് കൂടാതെ ഇപ്പോൾ വെളിയിൽ നിന്ന് തന്നെ ഒത്തിരി ആൾക്കാർ ഇവിടെ വരികയും കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. വിദേശികളും സ്വദേശികളെല്ലാം ഇപ്പം ഹോം സ്റ്റേ പോലെയുള്ള ഒരു പരിപാടിയാക്കി മാറണമെന്നുള്ളതാണ് ലക്ഷ്യം. അതിൻ്റെ കൂടെ തന്നെ ഹൈടെക് ഫാം, ഈ പോളി ഹൗസ് എല്ലാം വെച്ചിട്ട് മലക്കറി കൃഷികൾ, അതുപോലെയുള്ള കൃഷി, കാർഷിക രംഗം അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തി എല്ലാം കൂടെ നല്ല രീതിയിൽ ചെയ്തു പോകുന്ന ഒരു മെത്തേഡാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അത് കൂടുതലായിട്ട് ഇത് വികസിപ്പിച്ച് അതിൻ്റെ സ്ഥലങ്ങളെല്ലാം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അത് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 2 വർഷത്തിനകത്ത് എല്ലാം നല്ല ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് എടുക്കാനാണ് ഐഡിയ. സന്ദർശകരിൽ ഏറിയ പങ്കും സ്കൂൾ കുട്ടികളാണ്. സമീപ പ്രദേശത്തെ വിവിധ സ്കൂളുകളിൽ നിന്നുമുള്ള കുട്ടികൾക്ക് ഈ ഫാം ഒരാവേശമാണ്. വിജ്ഞാനത്തിനും പ്രോജക്റ്റ് തയ്യാറാക്കാനും വിനോദത്തിനുമൊക്കെ ഈ ഫാം കുട്ടികൾക്ക് അവസരമൊരുക്കുന്നു. മുതിർന്ന വിദ്യാർത്ഥികളും ഫാം കാണാനായി എത്താറുണ്ട്. ഞാൻ തൊട്ട് മുകളിൽ കാണുന്ന ഗവൺമെൻറ് LPS പനപ്പാങ്കുന്നിലെ HM ആണ്. ഇതെൻ്റെ സീനിയർ ടീച്ചർ സുജന ടീച്ചറാണ്. അത് ഞങ്ങളുടെ സ്കൂളിലെ തുളസീധരക്കുറുപ്പ് സാറാണ്. ഇത് ഞങ്ങളുടെ SMC ചെയർമാൻ മണികണ്ഠനാണ്. ഇതെൻ്റെ സ്കൂളിലെ കുറച്ച് കുട്ടികളുണ്ട് എൻ്റെ കൂടെ. അപ്പോൾ ഞങ്ങളുടെ നേരത്തെ ഒരു വിസിറ്റ് ഉണ്ടായിരുന്നു ഇവിടെ കാവുളയിലേക്ക്. ഞങ്ങൾ മുൻപും ഇവിടെ വരികയും ഞങ്ങളുടെ കുട്ടികളെയും കൊണ്ടുവന്ന് ഇവിടെ ഈ സ്ഥലങ്ങളൊക്കെ കാണുകയും പരിചയപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ വന്ന നാളിൽ തന്നെ യഥാർത്ഥത്തിൽ ഈ പ്രദേശവും ഈ കാവുള എന്ന ഈ വീടും പരിസരവും ഒക്കെ ഈ ഇലഞ്ഞിക്കൽ ഫാമും ഈ നാട്ടിലുള്ളവർക്കും അതുപോലെ തന്നെ മറ്റ് പുറത്തു നിന്നുള്ള സ്കൂളുകാരും ഇവിടെ വിസിറ്റിനായിട്ട് വരാറുണ്ട്. ഞങ്ങളുടെ കുട്ടിക്ക് ഇത് വളരെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. ഇത് നടത്തുന്ന ശ്രീ ശശിധരക്കുറുപ്പ് ഞങ്ങളുടെ സ്കൂളിലെ SMCയിലെ ഒരു മെമ്പറാണ്. കൂടെ ഞങ്ങളുടെ സ്കൂളിൽ നടക്കുന്ന ഏത് പ്രവർത്തനത്തിനും അദ്ദേഹം ഞങ്ങളോടൊപ്പം സഹകരിക്കുകയും സഹായിക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്.
പിന്നെ ഞങ്ങൾക്ക് ഈ ഫാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികളുടെ ഇങ്ങോട്ടുള്ള ഫീൽഡ് ട്രിപ്പ് ഞങ്ങൾ എല്ലാ വർഷവും നടത്താറുണ്ട്. അപ്പോൾ ഈ ഫീൽഡ് ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള കാഴ്ച വളരെ വലുതാണ്. ഞങ്ങളുടെ കുട്ടികളത് പറയുകയുണ്ടായി. ഇവിടെയുള്ള പിന്നെ ഫാമുകൾ, വിവിധതരം മത്സ്യങ്ങൾ, പിന്നെ കുതിര, പിന്നെ ഇവിടെ ഒരു ചെറിയൊരു അമ്പലമുണ്ട്. അതൊക്കെ തന്നെ വളരെ പ്രകൃതി ഭംഗിയുള്ളതും ഈ കാഴ്ചകളൊക്കെ തന്നെ നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്ത് പുറത്തുനിന്നുള്ള ആളുകൾക്ക് ഇങ്ങനെ ഒരു കാഴ്ച വളരെ അപൂർവമാണ്. അപ്പം ഇത് ഈ കുട്ടികൾക്ക് വളരെ പിന്നെ പഠനപരമായിട്ടും മറ്റു കാര്യങ്ങൾ വളരെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. വളരെ പ്രകൃതി ഭംഗിയുള്ള ഈ സ്ഥലം സഞ്ചാരികളെയൊക്കെ, കുട്ടികളെ മാത്രമല്ല സഞ്ചാരികളൊക്കെ ഒരുപാട് ആകർഷിച്ചിട്ടുണ്ട്. ഒരുപാട് സഞ്ചാരികളും മറ്റുള്ള സ്കൂളുകളിലെ കുട്ടികളും രക്ഷിതാക്കളും ഒക്കെ ഇവിടെ വിസിറ്റിനായിട്ട് വരാറുണ്ട്. തന്റെ ഫാമിന്റെ ഭൂമിശാസ്ത്രപരമായ കിടപ്പ് ഫാം ടൂറിസത്തിന് ഏറ്റവും അനുയോജ്യമാണെന്ന തിരിച്ചറിവ് ശശിധരക്കുറുപ്പിനെ പുതിയ പ്രവർത്തനങ്ങളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. പഴയ തറവാട് കെട്ടിടം മോടി പിടിപ്പിച്ച് വിദേശികൾക്കും സ്വദേശീയരായ വിനോദസഞ്ചാരികൾക്കും ഹോം സ്റ്റേ ഒരുക്കാനും മരച്ചില്ലകൾക്ക് മുകളിൽ താമസിക്കാനുള്ള ഏറുമാടം നിർമ്മിക്കാനും തുടങ്ങിക്കഴിഞ്ഞു. ഒരു പരമ്പരാഗത കർഷകനായിരുന്ന ശശിധരക്കുറുപ്പ് മാറുന്ന കാലത്തിനനുസരിച്ച് തന്റെ കൃഷിരീതികളിൽ മാറ്റം വരുത്തുകയും വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരുടെ സഹായത്തോടെയും നടത്തിവരുന്ന ഇലഞ്ഞിക്കൽ ഫാം ഒരു മാതൃകാ സ്ഥാപനം തന്നെയാണ്. പക്ഷിമൃഗാദികളുടെ പ്രദർശനം, ഉൽപ്പന്നങ്ങളുടെ വിപണനം, തൊഴിൽ രഹിതരും അഭ്യസ്തവിദ്യരുമായ ചെറുപ്പക്കാരുടെ സഹകരണം, പരിസ്ഥിതി സംരക്ഷണം എന്നിവയിലൂടെ ഈ ഫാം ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചു കഴിഞ്ഞു. മാത്രമല്ല, കൃഷിയും ബിസിനസ്സും സംയോജിക്കുന്ന പുതിയ മേഖലയായ ഫാം ടൂറിസത്തിലേക്ക് ഈ ഫാമിനെ കൈപിടിച്ചുയർത്താനുള്ള പരിശ്രമവും ആരംഭിച്ചു കഴിഞ്ഞു. ഇതിനെല്ലാം ഉപരിയായി വളരുന്ന തലമുറയെ കൃഷിയിൽ തൽപരരാക്കാനും വിഭിന്നങ്ങളായ പക്ഷിമൃഗാദികളെ പരിചയപ്പെടുത്താനും ഈ ഫാം ഒരു നിയോഗമായത് ഏറ്റവും മഹനീയമായ കാര്യമാണ്. ഇതുകൂടാതെ മിൽമയിൽ പാൽ കൊടുക്കുന്ന സംവിധാനങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. മിൽമക്കാരുമായിട്ട് അവർ വേണ്ടുന്നതെല്ലാം നമുക്ക് ചെയ്തു തരുന്നുണ്ട്. കൂടാതെ വെറ്ററിനറി ഡോക്ടർ, അവരുടെ സേവനം നല്ലതുപോലെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതൊന്നും കൂടാതെ നമുക്ക് ഇതിൻ്റെ എല്ലാ പേപ്പറുകളും എല്ലാം റെഡിയാക്കി തരുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്തിൽ നിന്ന് അവരുടെ ഉദ്യോഗസ്ഥന്മാർ, പഞ്ചായത്ത് മെമ്പറും പ്രസിഡൻറ്റും എല്ലാവരും നമ്മളുമായിട്ട് പൂർണ്ണമായിട്ട് സഹകരിക്കുകയും അവരിവിടെ വരികയും അവരിതൊക്കെ കാണുകയും വേണ്ടുന്ന എല്ലാ പ്രോത്സാഹനങ്ങളും സൗകര്യങ്ങളും ചെയ്തു തരികയും മേലിൽ അതെല്ലാം ചെയ്തു തരാമെന്നുള്ളൊരു വാഗ്ദാനവും ചെയ്തിട്ടുണ്ട്. ആ രീതിയിലാണ് നമ്മളെല്ലാം എല്ലാവരും കൂട്ടായ്മയായിട്ട് സഹകരിച്ചാണ് മുമ്പോട്ട് പോകുന്നത്. എല്ലാവരുമായിട്ടും നല്ലൊരു സഹകരണം. കൃഷി വകുപ്പിൽ നിന്നും അതല്ല, കൃഷിഭവനിൽ നിന്നും വേണ്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും ചെയ്യുന്നുണ്ട്. കൃഷി ഓഫീസർമാരും ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ടൂർ പ്രോഗ്രാമിലെല്ലാം നമ്മളെ കൊണ്ടുപോയി എല്ലായിടത്തും കൊണ്ട് കാണിക്കുന്നുണ്ട്. ആത്മായ എല്ലാ ടൂറുകൾക്കെല്ലാം പോകുന്നുണ്ട്. മൃഗസംരക്ഷണത്തിൻ്റെയും കൃഷിഭവൻ്റെയും പേരിലുള്ള എല്ലാ ടൂറുകൾക്കും നമ്മളെല്ലാം സഹകരിപ്പിക്കുകയും നമ്മളെ കൊണ്ടുപോവുകയും നല്ല രീതിയിൽ അതെല്ലാം ചെയ്തു തരികയും ചെയ്യുന്നുണ്ട്. എൻ്റെ സുഹൃത്തുക്കൾ തന്നെ ചില ഡോക്ടേഴ്സുണ്ട്, രാധാകൃഷ്ണൻ ഡോക്ടർ, അവരെല്ലാവരും ഇതുമായിട്ട് പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട്. പഠനവും കളിയും ചിരിയുമൊക്കെയായി കൃഷിയും മൃഗപരിപാലനവും ഈ കുരുന്നുകൾക്ക് രസകരമായ ഒരു അനുഭവമാക്കുന്നത് ശക്തമായ ഒരു പുത്തൻ കാർഷിക തലമുറയെ വാർത്തെടുക്കുമെന്നതിൽ സംശയമില്ല. ഇത്തരം പ്രവർത്തനങ്ങൾക്കായുള്ള ശശിധരക്കുറുപ്പിന്റെ ഓരോ കാൽവയ്പും അഭിനന്ദനമർഹിക്കുന്നു. ഇദ്ദേഹത്തിന്റെയും കൂട്ടരുടെയും എല്ലാ സംരംഭങ്ങളും പൂത്തുലയാനായി കാർഷിക കേരളം കാത്തിരിക്കുന്നു.